നമസ്കാരം. കെ ടി സിയുടെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വീണ്ടും ഗവൺമെന്റ് പണം സ്വീകരിക്കലും പണം ഗവൺമെന്റ് അക്കൗണ്ടിൽ അടയ്ക്കുന്നതിനെ പറ്റിയൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. ഗവൺമെന്റിന് വേണ്ടിയിട്ട് പണം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഗവൺമെന്റിന് വേണ്ടി പണം സ്വീകരിക്കുന്ന ആളായിട്ടും അയാളെ ഏത് സ്ഥാപനത്തിലായാലും ഗവൺമെന്റ് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് TR-7A ക്യാഷ് ബുക്ക് വെച്ച് പോരണം. ഇപ്പോ സാമ്പത്തിക ഇടപാട് പണം വാങ്ങുന്ന എല്ലാ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും, ഒരു സ്ഥാപനമാണെങ്കിൽ സ്ഥാപനത്തിന്റെ ഹെഡ് ആയിരിക്കും, അവിടുത്തെ DDO, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ, അദ്ദേഹമാണ് പണം വാങ്ങി ബാക്കി ജീവനക്കാർക്ക് വിതരണം ചെയ്യുന്നത്. അങ്ങനെയുള്ള ആൾക്കാര് ആ ഓഫീസിൽ നിർബന്ധമായും TR-7A ഫോമിൽ ക്യാഷ് ബുക്ക് വെച്ച് പോരേണ്ടതാണ്. ഒരു ഓഫീസിൽ ക്യാഷ് ബുക്കിനെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഓഫീസിൽ ഒരു ക്യാഷ് ബുക്കേ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു വോളിയം കഴിഞ്ഞാൽ അടുത്ത വോളിയം എടുക്കാൻ പറ്റും, പല ക്യാഷ് ബുക്ക് പാടില്ല എന്നാണ് പറഞ്ഞത്. ഇനി പണം സ്വീകരിക്കുന്നത് താഴെ പറയാൻ പ്രകാരമായിരിക്കണം. അത് ലീഗൽ ടെൻഡർ നാണയമായിട്ടാവാം. സ്വർണം പറ്റില്ല, ഗോൾഡ് പണം സ്വീകരിക്കുന്നത് ഗോൾഡ് ആയിട്ട് പറ്റില്ല. കറൻസി നോട്ടുകളായിട്ട് സ്വീകരിക്കാം. ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പേയ്മെന്റ് ആയിട്ട് സ്വീകരിക്കാം. ഗവൺമെന്റിലേക്ക് പണം സ്വീകരിക്കുന്നതാണ് പറഞ്ഞു കേട്ടോ. ക്രോസ്ഡ് ചെക്കായിട്ട് സ്വീകരിക്കും. ഈ ക്രോസ്ഡ് ചെക്കിന് ഒരു കുഴപ്പമുണ്ട്. ഈ കോടതിയിൽ അടയ്ക്കേണ്ട പിഴയോ നഷ്ടപരിഹാരം ഇവ ചെക്ക് സ്വീകാര്യമല്ല. ബാക്കി എല്ലാ കാര്യത്തിലും ചെക്ക് ഒക്കെയാണ്. കോടതിയിൽ അടയ്ക്കേണ്ട പിഴ, നഷ്ടപരിഹാരം ഇവയ്ക്ക് ചെക്ക് സ്വീകാര്യമല്ല. പിന്നെ ചെക്ക് കഴിഞ്ഞാൽ പോസ്റ്റൽ ഓർഡർ ആയിട്ട് അടയ്ക്കാം, പോസ്റ്റൽ മണി ഓർഡർ ആയിട്ട് ചെയ്യാം. ഈ പോസ്റ്റൽ മണി ഓർഡർ വന്നു കഴിഞ്ഞാൽ ആ പോസ്റ്റൽ മണി ഓർഡർ രജിസ്റ്റർ TR-5A രേഖപ്പെടുത്തണം. പോസ്റ്റൽ മണി ഓർഡർ ആയിട്ടാണ് പണം അടയ്ക്കുന്നതെങ്കിൽ നമ്മൾ രജിസ്റ്റർ, പോസ്റ്റൽ മണി ഓർഡർ രജിസ്റ്റർ, അത് TR-5A രേഖപ്പെടുത്തണം. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ട്രഷറിയിൽ അടക്കണം. ഒരു ഓഫീസിൽ ഒരു ക്യാഷ് ബുക്ക് സ്വീകരിക്കണം. ഇതൊക്കെ നമ്മൾ പറഞ്ഞു. പണം സ്വീകരിക്കുന്ന രീതികളും നമ്മൾ പറയാം. ഇപ്പൊ ചെക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാള് പണം അടച്ചു, ചെക്കായിട്ട് അടച്ചു, അദ്ദേഹത്തിന് TR-6 പ്രിലിമിനറി അക്നോളജ്മെന്റ് നൽകണം. ചെക്ക് തന്നെന്ന് വെച്ചിട്ട് അത് പണമാവണമെന്നില്ല. അപ്പോൾ ആദ്യം പ്രിലിമിനറി അക്നോളജ്മെന്റ്, ടെമ്പററി റെസീറ്റ് പോലെയാണ്, പ്രിലിമിനറി അക്നോളജ്മെന്റ് ഫോം TR-6 നൽകണം. മറ്റൊരു കാര്യം, ഈ ക്യാഷ് ബുക്കിനെ പറ്റി നമ്മൾ പറഞ്ഞു. ക്യാഷ് ബുക്ക്, ഒരു ഓഫീസിൽ ഒരു ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കും. ആ ക്യാഷ് ബുക്ക് പിന്നെ പേജ് നമ്പർ ഇട്ടിട്ട് സർട്ടിഫിക്കറ്റ് എഴുതണം. അത് സാധാരണയായിട്ട് ഓഫീസുകളിൽ സൂക്ഷിക്കുന്ന എല്ലാ രജിസ്റ്ററിന്റെയും ഫ്രണ്ട് പേജിൽ ഒരു സർട്ടിഫിക്കറ്റ് എഴുതും. അപ്പോൾ ഓരോ പേജിലും പേജ് നമ്പർ ഇടും ആദ്യം ഈ രജിസ്റ്ററിന്. ഏത് രജിസ്റ്റർ ആയാലും ആ രജിസ്റ്ററിന്. ഇവിടെ ക്യാഷ് ബുക്കിന്റെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് എഴുതും. സർട്ടിഫൈഡ് ദാറ്റ് ദിസ് ബുക്ക് കണ്ടെയ്ൻസ് 98 പേജസ് സീരിയലി നമ്പേർഡ് ഫ്രം 1 to 98. ഈ ബുക്കിന് 98 പേജ് ഉണ്ട്, അത് ക്രമമായി നമ്പർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി നമ്മൾ ഫ്രണ്ട് പേജിൽ എഴുതി ഒപ്പിടും. ഇനി ക്യാഷ് ബുക്കിൽ ഒരു പിശക് കണ്ടു, ക്യാഷ് ബുക്ക് എഴുതിയതിൽ ഒരു വരി തെറ്റിപ്പോയി, ഒരു പിശക് കണ്ടു. അങ്ങനെ പിശക് കണ്ടാൽ നമ്മൾ പേന വെച്ചിട്ട് അതിന്റെ മുകളിൽ അങ്ങ് വരയ്ക്കുക. ആ തെറ്റായി എഴുതിയതിന്റെ മേലെ വരയ്ക്കുക. അങ്ങനെ കറുപ്പിക്കൊന്നും വേണ്ട, ഒരു വര വരച്ചാൽ. അതിനുശേഷം അതിന്റെ ഇടയിൽ, അതിന്റെ തൊട്ട് താഴെ ചുവന്ന മഷിയിൽ എഴുതിയിട്ട് ഹെഡ് ഓഫ് ഓഫീസ് അറ്റസ്റ്റ് ചെയ്താൽ മതി. കറക്റ്റ് ആയിട്ടുള്ള കാര്യം പിന്നെ ചുവന്ന മഷിയിൽ ഇത് വെട്ടിക്കളഞ്ഞതിന് ശേഷം ചുവന്ന മഷിയിൽ എഴുതി, അവിടെ തന്നെ എഴുതി അറ്റസ്റ്റഡ് ബൈ ഹെഡ് ഓഫ് ഓഫീസ്. ഹെഡ് ഓഫ് ഓഫീസ് അറ്റസ്റ്റ് ചെയ്താൽ മതി. ഇനി ക്യാഷ് ബുക്ക് വെച്ചു പോരാത്ത ഓഫീസർ പണം സ്വീകരിച്ചാൽ, അങ്ങനെയുള്ള ചില ഓഫീസുകൾ അങ്ങനെ കൃത്യമായി ക്യാഷ് ബുക്ക് വെക്കണ്ടാത്തപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. അന്നേരം ആ ഉദാഹരണം ഏതല്ലാന്ന് ഞാൻ പറഞ്ഞുതരാം.
അങ്ങനെയുള്ളവർ പണം സ്വീകരിച്ചാൽ, ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ, ദൂരെയുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചില ഫണ്ടുകളൊക്കെ സ്വീകരിക്കുന്നത് അവിടെ ക്യാഷ് ബുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത്തരം ക്യാഷ് ബുക്ക് വെച്ച് പോരാത്ത ഓഫീസർ പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഏതൊരാളുടെ അടുത്തുനിന്നും പണം സ്വീകരിച്ചാൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ TR5 റെസീറ്റ് കൊടുക്കണമെന്നാണ്. അങ്ങനെയുള്ളവർ TR5A താൽക്കാലിക റെസീറ്റ് നൽകി പണം ചെലാനായി ട്രഷറിയിൽ അടച്ച് ചെലാൻ, TR5A ഡീറ്റെയിൽ എന്നിവ സഹിതം ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്ന ഓഫീസർക്ക് അയക്കുക. ഇതറിവ്. ഇപ്പൊ ഈ ക്യാഷ് ബുക്ക് വെച്ചു പോരേണ്ടാത്ത ചില ഓഫീസില് ഹെഡ്, അതിന്റെ ഉയർന്ന ഓഫീസിൽ ക്യാഷ് ബുക്ക് വെച്ചു പോരുന്ന ഓഫീസ് ഉണ്ടാവും. നിർബന്ധമായിട്ട് ക്യാഷ് ബുക്ക് സൂക്ഷിക്കേണ്ട ഓഫീസ് ഉണ്ടാവും. അവിടേക്ക് നമ്മൾ ഇത് കൊടുക്കണം. ഈ റെസീറ്റ് പണം, നമുക്ക് കിട്ടിയ പണം ചെലാനായിട്ട് ട്രഷറിയിൽ അടച്ചതിന് ശേഷം ചെലാനും TR5A ഡീറ്റെയിൽ എന്നിവ സഹിതം ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്ന ഓഫീസർക്ക് അയച്ചു കൊടുക്കണം. ട്രഷറി ഇല്ല എങ്കിൽ റെമിറ്റൻസ് സ്ലിപ്പോടുകൂടി ക്യാഷ് ബുക്ക് ഇപ്പൊ റെമിറ്റൻസ് സ്ലിപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് ചെലാൻ ട്രഷറി ഇല്ല എങ്കിൽ നമ്മൾ റെമിറ്റൻസ് സ്ലിപ്പ്, ഒരു സ്ലിപ്പ് ഉണ്ടാവും. ആ റെമിറ്റൻസ് സ്ലിപ്പോട് കൂടി ബന്ധപ്പെട്ട ഉയർന്ന ഓഫീസർക്ക് ഉദ്യോഗസ്ഥന്റെ പേരിൽ ഉദ്യോഗസ്ഥന്റെ അടുത്ത് പണം അടയ്ക്കുക. അയാൾ ക്യാഷ് ബുക്കിൽ ചേർക്കുക. ഒരു മാസത്തിനുള്ളിൽ TR5Bയിലുള്ള ഫൈനൽ റെസീറ്റ് അയച്ചു കൊടുക്കും. സാധാരണഗതിയിൽ ചെയ്യുന്ന രീതിയാ പറഞ്ഞത്. ക്യാഷ് ബുക്ക് വെച്ചു പോരേണ്ടാത്ത ഒരു ഓഫീസർ ഒരു പണം കൈപ്പറ്റിയിട്ടുണ്ട്, ആരുടെയെങ്കിലും എടുത്തു നിന്ന് ഒരു പണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അയാള് TR5A താൽക്കാലിക റെസീറ്റ് നൽകിയിട്ട് പണം ചെലാനായിട്ട് ട്രഷറിയിൽ അടച്ചതിന് ശേഷം ചെലാനും TR5A ഡീറ്റെയിൽസും സഹിതം ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്ന ഉയർന്ന ഓഫീസിൽ സമർപ്പിക്കാം. ഇനി ട്രഷറി ഇല്ല എങ്കിൽ റെമിറ്റൻസ് സ്ലിപ്പോടുകൂടി ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഈ പണം അടയ്ക്കാം. ട്രഷറി ഒരു സ്ഥലത്തില്ല, അതായത് അദ്ദേഹം പണം സ്വീകരിച്ച സ്ഥലത്തൊന്നും ട്രഷറി ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക? ഒരു റെമിറ്റൻസ് സ്ലിപ്പ് എടുക്കുക, അതിൽ വിശദാംശങ്ങൾ എഴുതുക, അതിനുശേഷം ക്യാഷ് ബുക്ക് സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥന്റെ അടുത്ത് പണമായിട്ട് കൊടുക്കുക. അയാൾ ഇത് ചെയ്ത് ക്യാഷ് ബുക്കിൽ ചേർക്കും. ഒരു മാസത്തിനുള്ളിൽ ആ ക്യാഷ് ബുക്കിൽ ചേർത്ത ഉദ്യോഗസ്ഥൻ ഒരു മാസത്തിനുള്ളിൽ TR5Bയിലുള്ള ഫൈനൽ റെസീറ്റ് അയച്ചു കൊടുക്കും. ഫൈനൽ റെസീറ്റ് TR5B ആണ്. താൽക്കാലിക റെസീറ്റ് ആണ് TR5A. ഇനി ക്യാഷ് ബുക്ക് ആരാണ് വെച്ചു പോരേണ്ടതെന്ന് ചോദിച്ചാൽ ഹെഡ് ഓഫ് ഓഫീസാണ്. ഒരു ഓഫീസിന്റെ ഓഫീസ് തലവനാണ് ക്യാഷ് ബുക്ക് വെച്ചു പോരേണ്ടത്. അതിനുശേഷം ഈ ക്യാഷ് ബുക്കിനെ സംബന്ധിച്ച് വീണ്ടും പറയുന്നത്, മാസാവസാനം ക്യാഷ് ബുക്ക് ഹെഡ് ഓഫ് ഓഫീസിന്റെ വെരിഫൈ ചെയ്ത് അടിയിൽ സൈൻ ചെയ്തിരിക്കണം. ഓരോ മാസാവസാനവും ഹെഡ് ഓഫ് ഓഫീസ് ഈ ക്യാഷ് ബുക്ക് വെരിഫൈ ചെയ്തിട്ട് സൈൻ ചെയ്തിരിക്കണം. നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്യാഷ് ബുക്ക് കൃത്യമായി എഴുതുകയും അത് അപ്ഡേറ്റഡ് ആണെങ്കിലും ആ ഓഫീസിന്റെ പ്രവർത്തനം ഏറ്റവും സുഗമമായി നടക്കുന്നു എന്നാണ് ഒരു സങ്കല്പം. അങ്ങനെയുണ്ട് കേട്ടോ. ബാക്കി പണികളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു. ക്യാഷ് ബുക്ക്, ഒരു മാസത്തെ ക്യാഷ് ബുക്ക് എഴുതാനുണ്ടെങ്കിൽ അത് ഏറ്റവും ഗുരുതരമായ വീഴ്ചയായിട്ട് കണക്കാക്കേണ്ടി വരും. കാരണം ഫിനാൻസിലോ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലെ ഉയർന്ന ഉദ്യോഗസ്ഥര് കയറി കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ക്യാഷ് ബുക്ക് എടുക്കാനാണ് പറയാം. അപ്പൊ ക്യാഷ് ബുക്ക് കൃത്യമല്ല എന്ന് കണ്ടാൽ തന്നെ അവിടെ എന്തൊക്കെയോ പ്രവർത്തനങ്ങളിൽ വൈകല്യങ്ങൾ ഉണ്ട് എന്ന് അവര് പറയും. അപ്പൊ അതുകൊണ്ട് ഏതൊരു ഓഫീസും കൃത്യമായി ഏറ്റവും ഫസ്റ്റിൽ ചെയ്യേണ്ടത് എല്ലാ ദിവസവും കൃത്യമായി ക്യാഷ് ബുക്ക് എഴുതി പോവുക എന്നുള്ളതാണ്. ഇനി ഗവൺമെന്റ് റവന്യൂ അല്ലാത്ത പണം കൈകാര്യം ചെയ്യുന്നതിന് ഗവൺമെന്റ് ഓഫീസറുടെ പേരിൽ ഒരു പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആരംഭിക്കും. സർക്കാർ റവന്യൂ അല്ലാത്ത പണം കൈകാര്യം ചെയ്യുന്നത്, ഞാനൊരു ഉദാഹരണ സഹിതം പറയാം. അതായത് നമ്മൾ ഒരു സ്കൂൾ ആയിക്കോട്ടെ, ഒരു ഹൈസ്കൂളില് 8ാം ക്ലാസ് വരെ ഒരു ഫീസും വേണ്ട ആർക്കും. എന്നാൽ 9, 10 ക്ലാസ്സുകളിൽ സ്പെഷ്യൽ ഫീസ് ഉണ്ട്. കുട്ടികൾ സ്പെഷ്യൽ ഫീസ് അടയ്ക്കണം. ആ സ്പെഷ്യൽ ഫീസ് എന്ന് പറഞ്ഞാൽ അത് പല കാര്യത്തെ, ലൈബ്രറി, ലാബ്, ഇങ്ങനെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ്. ഈ സ്പെഷ്യൽ ഫീസ് എന്ന് പറയുന്നത് സർക്കാർ റവന്യൂ അല്ല. അപ്പൊ അങ്ങനെ സർക്കാർ റവന്യൂ അല്ലാത്ത ഒരു പണം കൈകാര്യം ചെയ്യുന്നതിന്
ആ സ്കൂളിൽ ഞാൻ ഉദാഹരണം പറഞ്ഞ മാത്രമാട്ടോ, ആ സ്കൂളിലെ തലവന്റെ പേരിൽ, ഹെഡ് മാസ്റ്ററുടെ പേരിൽ ഒരു പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ട്രഷറിയിൽ ആരംഭിക്കണം. അതിന് നമ്മൾ PD അക്കൗണ്ട് എന്ന് പറയും. ആ PD അക്കൗണ്ടിലാണ് പണം, ആ സ്പെഷ്യൽ ഫീയിൽ നിന്ന് വിട്ട പണം അടയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പണം അടച്ചു കഴിഞ്ഞാൽ ഈ പണം നമ്മൾ വാങ്ങി, കുട്ടികളുടെ അടുത്ത് നിന്ന് പണം വാങ്ങി സ്പെഷ്യൽ ഫീസ് വാങ്ങിയിട്ട് ട്രഷറിയിൽ ഈ ഹെഡ് മാസ്റ്ററുടെ പേരിലുള്ള PD അക്കൗണ്ടിൽ അടച്ചു. അപ്പൊ നമ്മൾ എങ്ങനെ ക്യാഷ് ബുക്ക് എഴുതണം? ഇത് ജനറൽ ക്യാഷ് ബുക്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇത് എഴുതണം. വാങ്ങിയ പണം, ഇത്ര പണം, ആകെ പണം. എന്നിട്ട് ഈ PD അക്കൗണ്ട് സൂക്ഷിക്കുന്ന ഈ സ്പെഷ്യൽ ഫീസിന് വേറൊരു ക്യാഷ് ബുക്ക് വെക്കുക. സ്പെഷ്യൽ ഫീ ക്യാഷ് ബുക്ക് എന്ന് പറയും. അപ്പൊ നമ്മൾ ഇത് ജനറൽ ക്യാഷ് ബുക്കിൽ കാണിച്ചിട്ട് ട്രാൻസ്ഫേർഡ് ടു സ്പെഷ്യൽ ഫീ ക്യാഷ് ബുക്ക് എന്ന് കാണിച്ചാൽ മതി. അപ്പൊ എല്ലാ ഇടപാടുകളും ഈ ജനറൽ ക്യാഷ് ബുക്കിൽ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ PD അക്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടോ, പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട്. ആ അക്കൗണ്ട് ട്രഷറിയിൽ നമ്മൾ ആ അക്കൗണ്ടിൽ അടയ്ക്കണം. ഇനി ഓരോ മാസവും ഈ PD അക്കൗണ്ട് നമ്മളുടെ അവിടെ പണം പല ദിവസങ്ങളിലായിട്ട്, ഇപ്പൊ സ്കൂളിലാണെങ്കിൽ 9ഉം 10ഉം കുട്ടികളുടെ നിന്ന് വാങ്ങുന്ന സ്പെഷ്യൽ ഫീസ് പല ദിവസങ്ങളായിട്ടായിരിക്കും കളക്ട് ചെയ്തിട്ടുണ്ടാവുക. ആ വാങ്ങിയത് നമ്മൾ അടച്ചിട്ടുണ്ടാവും. ഇതിനൊരു പാസ്ബുക്ക് ഉണ്ട്. ആ പാസ്ബുക്കിൽ അവിടുന്ന് ട്രഷറിയിൽ നിന്ന് ചേർത്തി തരും. ഇതിനൊരു ചെലാൻ വെച്ചാണ് നമ്മൾ PD അക്കൗണ്ടിലേക്ക് അടയ്ക്കുന്നത്. അപ്പോൾ ഈ ചെലാൻ നമ്മൾ സൂക്ഷിക്കും, പാസ്ബുക്കിൽ ചേർത്തിയത് സൂക്ഷിക്കും. അവിടെ അക്കൗണ്ടിലെത്തിയ സംഖ്യയും നമ്മൾ അടച്ച സംഖ്യയും ഓരോ മാസവും ഒത്തു നോക്കേണ്ടതാണ്. അതിനാണ് റീകൺസൈൽ ചെയ്യുക എന്ന് പറയും. അപ്പൊ റീകൺസിലേഷൻ നടത്തി ഒത്തു നോക്കേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഓരോ മാസവും ഇത് ഇവിടുത്തെ ഓഫീസിലെ സംഖ്യയും ട്രഷറിയിലെ സംഖ്യയും തുല്യമാക്കി നമ്മൾ കൊണ്ടുപോകണം. എവിടെയെങ്കിലും ഒരു മിസ്സിംഗ് ക്രെഡിറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇത് റീകൺസൈൽ ചെയ്യണമെന്ന് പറയുന്നത്. അതിനുശേഷം മാർച്ച് 31, എല്ലാ വർഷവും മാർച്ച് 31 ഒരു ക്ലോസിംഗ് ബാലൻസ് സർട്ടിഫിക്കറ്റ്, CBC എന്ന് പറയും, ക്ലോസിംഗ് ബാലൻസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ട്രഷറിക്ക് നൽകണം. ഏതിനെ സംബന്ധിക്കുന്ന? ഈ PD അക്കൗണ്ടിൽ ഇപ്പോൾ മാർച്ച് 31 പിന്നെ എൻ്റെ പേരിലുള്ള PD അക്കൗണ്ടിൽ ഇത്ര തുകയാണ് ഉള്ളത് എന്ന് പറഞ്ഞ് ഒരു സർട്ടിഫിക്കറ്റ് നൽകണം. ഇനി നമ്മൾ ഈ ഹെഡ് ഓഫ് ഓഫീസ് PD അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ചെക്ക് ബുക്ക് തരും. PD അക്കൗണ്ടിലെ ചെക്ക് ബുക്കാണ്. ആ ചെക്ക് ബുക്ക് വഴിയാണ് നമുക്ക് പണം, ഈ PD അക്കൗണ്ടിൽ ഇട്ട പണം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പിൻവലിക്കേണ്ടത് ഈ ചെക്ക് ബുക്ക് വഴിയാണ്. അപ്പൊ PD അക്കൗണ്ടിൽ ഇട്ട പണം എന്താ? നമ്മൾ ലൈബ്രറി പുസ്തകങ്ങൾ വാങ്ങാൻ സ്പെഷ്യൽ ഫീ അഡ്വൈസറി കമ്മിറ്റി കൂടി തീരുമാനിച്ചാൽ നമുക്ക് അവിടുന്ന് അത്ര പണം പിൻവലിച്ച് ആ ബുക്ക് വാങ്ങാം. അതിന്റെ വൗച്ചറുകളൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഈ സ്പെഷ്യൽ ഫീ എന്ന് പറയുന്നത് PD അക്കൗണ്ടിൽ ഇട്ടാൽ പോലും, എന്തിനാ PD അക്കൗണ്ടിൽ ഇടുന്നത്? നമ്മളിത് പൊതുപണമാണ്. ഈ പൊതുപണം നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള കയ്യിൽ വെക്കാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളൊരു PD അക്കൗണ്ട് ഉണ്ടാക്കി അതിൽ വിടുന്നത്. എന്നാൽ ട്രഷറിയിൽ അടയ്ക്കാനും പറ്റൂല. ട്രഷറിയിൽ അടയ്ക്കാത്ത എന്തുകൊണ്ടാ? അടച്ച് ഏതെങ്കിലും ഹെഡിൽ കൊണ്ടുപോയി അടച്ചു കഴിഞ്ഞാൽ ആ പണം തിരികെ കിട്ടൂല. നമുക്ക് തിരികെ കിട്ടേണ്ടതുണ്ട്. സർക്കാർ റവന്യൂ അല്ല ഇത്. സർക്കാർ റവന്യൂ അല്ലാത്ത പണം കൈകാര്യം ചെയ്തതിനാണ് ഇത്തരത്തിൽ ഒരു PD അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. PD അക്കൗണ്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ PD അക്കൗണ്ട് നമ്മൾ ട്രഷറിയിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു PD അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ആ അക്കൗണ്ട് നമ്പർ ഉണ്ടാവും. അത് ട്രഷറിയിൽ സ്ഥാപനത്തിന്റെ മേലധികാരിയുടെ പേരിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതിന് ഒരു പാസ്ബുക്ക് ഉണ്ട്. അത് PD അക്കൗണ്ടിന് ഒരു ചെക്ക് ബുക്ക് തരും. പണം ആവശ്യമുള്ളപ്പോൾ ഈ ചെക്ക് ലീഫ് വഴി പണം പിൻവലിക്കാവുന്നതാണ്. ഓരോ മാസവും ഈ PD അക്കൗണ്ടിലുള്ള എമൗണ്ടുകൾ റീകൺസിൽ ചെയ്തിരിക്കണം. പിന്നെ മാർച്ച് 31 PD അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ PD അക്കൗണ്ടുമായിട്ട് ശ്രദ്ധിക്കുക. എന്താണ് PD അക്കൗണ്ട് എന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. ഗവൺമെന്റ് റവന്യൂ അല്ലാത്ത പണം കൈകാര്യം ചെയ്യുന്നതിനാണ് ഈ ഗവൺമെന്റ് ഓഫീസറുടെ ഹെഡ് ഓഫ് ഓഫീസിന്റെ പേരിൽ പേഴ്സണൽ ഡിപ്പോസിറ്റ് അക്കൗണ്ട് ആരംഭിക്കുന്നത്. ഇനി നമ്മളൊരു സ്വീകരിച്ച പണത്തിന് റെസീറ്റിന്റെ പകർപ്പോ ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റോ നൽകാൻ പാടുള്ളതല്ല. ഇപ്പൊ നമ്മളൊരു റെസീറ്റ് കൊടുത്തു, പണം സ്വീകരിച്ചു, റെസീറ്റ് കൊടുത്തു.
പിന്നെ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ റെസീറ്റ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റോ അല്ല റെസീറ്റിന്റെ ഒരു പകർപ്പോ നൽകാൻ പാടുള്ളതല്ല. പകരം അങ്ങനെ ഒരു ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു റെമിറ്റൻസ് സർട്ടിഫിക്കറ്റ്, ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു ആവശ്യം വന്നു, എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ റെസീറ്റ് നഷ്ടപ്പെട്ടു പോയി, എനിക്ക് റെസീറ്റിന്റെ പകർപ്പോ ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റോ തരണം എന്നാവശ്യപ്പെട്ടാൽ 10 രൂപ ഫീസ് വാങ്ങിയിട്ട് ഈ റെമിറ്റൻസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ ഇന്ന ഡേറ്റിൽ ഇത്ര രൂപ ഇവിടെ അടച്ചിട്ടുണ്ട് എന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ്. അതാണ് അതിനെ സംബന്ധിക്കുന്ന നിയമം എന്ന് പറയുന്നത്. അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് റെസീറ്റോ പിന്നെ റെസീറ്റിന്റെ പകർപ്പോ കൊടുക്കാൻ പാടുള്ളതല്ല. ഇനി ഒരു ചെലാൻ, നമ്മൾ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെലാൻ ഫോം നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. സിംഗിൾ ചെലാൻ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ട്രിപ്ലിക്കേറ്റ് ഉണ്ട്. നമ്മൾ അധികവും ഉപയോഗിച്ചിട്ടുള്ള ഒരു ട്രിപ്ലിക്കേറ്റാണ്. ഒരു ചെലാന് 3 ഭാഗങ്ങൾ. അപ്പോൾ ചെലാന്റെ ഒരു ഭാഗത്തിൽ എന്തൊക്കെ ഉണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. അതിൽ ആദ്യത്തെ കോളം പൂരിപ്പിക്കാനുള്ളത് ഫ്രമാണ്, ആരാണ് പണം അടയ്ക്കുന്ന ആളുടെ അഡ്രസ്. രണ്ടാമത്തെ കോളത്തിൽ പർപ്പസ് ആണ്, എന്താവശ്യത്തിനാണ് ഫീ ഫോർ ഇന്ന് അടയ്ക്കുന്നത്. മൂന്നാമത്തെ കോളത്തിൽ ഹെഡ് ഓഫ് അക്കൗണ്ടാണ്. നാലാമത്തെ കോളത്തിൽ എമൗണ്ട് ആണ്, സംഖ്യ എത്രയാണ് അടയ്ക്കുന്നത്. അപ്പൊ ഈ കോളം ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഇത് ചിലപ്പോൾ ഏതെങ്കിലും എക്സാമിന് ഇത് ചോദിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ കോളം, ചെലാൻ ഫോമിലെ മൂന്നാമത്തെ കോളം എന്തിനെ സൂചിപ്പിക്കുന്നു? ഹെഡ് ഓഫ് അക്കൗണ്ടിനെ സൂചിപ്പിക്കുന്നു. ഹെഡ് ഓഫ് അക്കൗണ്ട് എഴുതാനുള്ളതാണ് ചെലാൻ ഫോമിലെ മൂന്നാമത്തെ കോളം. നാലാമത്തെ കോളം സംഖ്യ എഴുതാൻ, നമ്മൾ അടയ്ക്കുന്ന സംഖ്യ എഴുതാനുള്ളതാണ്. രണ്ടാമത്തെ കോളം പർപ്പസ് ഓഫ് റെമിറ്റൻസ് ആണ്, പർപ്പസ് ഓഫ് റെമിറ്റൻസ് എഴുതാനുള്ള കോളമാണ്. ഇനി ചെലാൻ എന്ന് പറയുന്നത് എന്താണ്? ചെലാൻ എന്നൊരു ചോദ്യം ഏതോ ഒരു എക്സാമിന് ഞാൻ കണ്ടിരുന്നു. ആ ചെലാൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ട്രഷറി ഡോക്യുമെന്റ് ഫോർ റെമിറ്റൻസ് ഓഫ് മണി ഇൻ ടു ഗവൺമെന്റ് അക്കൗണ്ട്. ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് പണമടയ്ക്കാനുള്ള ഒരു ട്രഷറി ഡോക്യുമെന്റ് ആണ് ചെലാൻ എന്ന് പറയുന്നത്. പിന്നീട് ആ ചെലാൻ അടച്ചു കഴിഞ്ഞാൽ അത് ട്രഷറി ഓഫീസർ സൈൻ ചെയ്യും, നെയിം ആൻഡ് ഡെസ്റ്റിനേഷൻ ഉണ്ടാവും, ചെലാൻ അടച്ച ഡേറ്റ് അതിൽ രേഖപ്പെടുത്തും, ചെലാൻ ഒരു നമ്പറും ഉണ്ടാവും. ഇതൊക്കെ ഓഫീസിൽ നിന്ന് അവര് രേഖപ്പെടുത്തേണ്ടതാണ്. ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചെലാനെങ്കിൽ, ചെലാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഭാഗം മാത്രമുള്ള ചെലാനുണ്ട്, 2 എണ്ണമുള്ള ചെലാനുണ്ട്, 3 എണ്ണമുള്ള ചെലാൻ. ഡ്യൂപ്ലിക്കേറ്റ് ആണ് ചെലാനെങ്കിൽ, 2 എണ്ണമുള്ള ചെലാനാണെങ്കിൽ ഒറിജിനൽ പാർട്ടിക്ക് ലഭിക്കും, ഡ്യൂപ്ലിക്കേറ്റ് ട്രഷറിയിൽ സൂക്ഷിക്കും. രണ്ടാമത്തെ ഭാഗം, ഒരു ചെലാന്, നമ്മൾ കണ്ട ചെലാനൊക്കെ ഒരേ സാധനത്തിന്റെ 3 ഭാഗങ്ങളാണ് ഉള്ളത്. അത് മാത്രമല്ല ചെലാൻ. ഒരു ഭാഗം മാത്രമുള്ള ചെലാനുണ്ട്, 2 ഭാഗം മാത്രമുള്ള ചെലാനുണ്ട്, 3 ഭാഗമുള്ള ചെലാനും ഉണ്ട്. ഇവിടെ 2 ഭാഗമുള്ള ചെലാനെങ്കിൽ, 2 ഭാഗമുള്ള ചെലാനാണ് നമ്മൾ പറയുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ചെലാൻ എന്ന് പറയുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ അതിന്റെ ഒറിജിനല് പാർട്ടിക്ക് കൊടുക്കും, രണ്ടാമത്തെ ഭാഗം ട്രഷറിയിൽ സൂക്ഷിക്കും. ഇനി ബന്ധപ്പെട്ട ഒരു ഓഫീസറെ കാണാണ്ടാണ് നമ്മൾ ചെലാൻ അടയ്ക്കുന്നത്. ഒരാൾക്ക് നേരിട്ടാ ചെലാൻ അടയ്ക്കുന്നതെങ്കിൽ 2 എണ്ണം മതി. ഈ ഓഫീസറെ കാണാതെയാണ് നമ്മൾ ചെലാൻ അയക്കുന്നതെങ്കിൽ എങ്ങനെ വരും? അത് ട്രിപ്ലിക്കേറ്റിൽ അയക്കാം. ട്രിപ്ലിക്കേറ്റിലാണ് അയക്കുക. ഒരെണ്ണം ബന്ധപ്പെട്ട ആളിന് കൊടുക്കണം, അയച്ചു കൊടുക്കണം, ഒരെണ്ണം പാർട്ടിക്ക് കൊടുക്കണം, ഒരെണ്ണം അവിടെ സൂക്ഷിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒന്നാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാം വീക്ക് അടിക്കുന്നത്. ചെലാൻ അടയ്ക്കുന്നത് നമുക്കറിയാം 3 എണ്ണമാണ്. പാർട്ടിയെ നമ്മൾ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ നമ്മൾ നേരിട്ട് കാണുന്നില്ല, അദ്ദേഹത്തെ നേരിട്ട് കാണാതെ അയക്കുകയാണ്. പിന്നെ GPF വരിസംഖ്യ അയക്കാം, ട്രിപ്ലിക്കേറ്റിൽ അയക്കാം. GPF വരിസംഖ്യ എന്ന് പറഞ്ഞാൽ ചില ഫോറിൻ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അന്യത്ര സേവനത്തിൽ. അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിൽ GPF നേരിട്ട് മൈനസ് ചെയ്ത് ഷെഡ്യൂൾ പോവല്ല ചെയ്യുന്നത്. ഇത്തരത്തിൽ ചെലാൻ അടയ്ക്കുന്ന ചില ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ഇപ്പൊ സ്കൂളിലെ ടീച്ചേഴ്സ് BRCയിൽ വർക്ക് ചെയ്യാൻ പോയി, ഫോറിൻ സർവീസ് എന്നാ BRC. അപ്പൊ അവിടെ നിന്ന് ചെലാനായിട്ടാണ് GPFന്റെ സംഖ്യ ഒക്കെ അടയ്ക്കുന്നത്. അതും ട്രിപ്ലിക്കേറ്റിൽ അയക്കുക, 3 ഭാഗം ഉണ്ടാവും ചെലാന്. ഇനി മണി ഓർഡർ ആയിട്ട് അയക്കാൻ പെർമിഷൻ ഉള്ള കാറ്റഗറിയിൽ ചെലാൻ ആവശ്യമില്ല. അങ്ങനെയുണ്ട്. മണി ഓർഡർ ആയിട്ട്
എമൗണ്ട് അയക്കാൻ പെർമിഷൻ ഉള്ള ചില കാറ്റഗറി ഉണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ ഔട്ട്ലോയിങ് സ്റ്റേഷനുകളിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ സ്വീകരിക്കുന്ന പണം എംഒ അയച്ചാൽ മതി. ഇപ്പൊ സ്റ്റേഷന്റെ പുറത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വർക്ക് അങ്ങനെയാണല്ലോ, അവർക്ക് പിന്നെ ചെലാൻ അടയ്ക്കേണ്ട ആവശ്യമില്ല, ആ ഭാഗത്തൊന്നും ട്രഷറി ഉണ്ടാവില്ല. അത്തരം ആൾക്കാര് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർമാർ സ്വീകരിക്കുന്ന പണം മണി ഓർഡർ ആയിട്ട് അയച്ചാൽ മതി. അത്തരം അയക്കാൻ പെർമിഷൻ ഉള്ള ചില കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറിയിൽ ചെലാൻ ആവശ്യമില്ല, മണി ഓർഡർ ആയിട്ട് പണം അയച്ചാൽ മതി. ഇനി ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാല് ചെക്കും ഉണ്ടാവും പണവും ഉണ്ടാവും. അപ്പൊ ചെക്കും പണവുമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ, ഒരു ട്രഷറിയിൽ അടയ്ക്കുകയാണെങ്കിൽ ചെക്കിന് ചെല്ലാൻ വേറെ വേണം, പണത്തിന് വേറെ ചെല്ലാൻ, രണ്ടിനും രണ്ട് ചെല്ലാൻ വെച്ചിട്ട് വേണം ട്രഷറിയിൽ അടയ്ക്കാൻ. ഇനി രണ്ട് ഹെഡ് ഓഫ് അക്കൗണ്ടിൽ എന്ന് പറഞ്ഞാൽ 2 പേർക്കാണ് അടയ്ക്കുന്നത്. 2 പേർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പണം അടയ്ക്കുന്നത്. 2 ഹെഡ് ഓഫ് അക്കൗണ്ട്. 2 ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് അടയ്ക്കേണ്ട പണം 2 ചെലാൻ തന്നെ ഉപയോഗിച്ച് ചെയ്യാം. ഒരു ചെലാനില് 2 ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് പണം അടയ്ക്കാൻ കഴിയില്ല. അതും നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതാണ്. ഒരു 2 ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് എത്ര ചെലാൻ വേണം? 2 ചെലാൻ വെച്ച് പണം അടയ്ക്കണം. ഇനി ട്രഷറിയിലും ബാങ്കിലും ഒക്കെ തുടർച്ചയായിട്ട് പണം കൊടുക്കേണ്ടി വരുന്ന PWD ഓഫീസർമാരുണ്ട്. അവര് നിരന്തരം പണം അടയ്ക്കേണ്ടി വരുന്നവരാണ്. അപ്പോൾ അങ്ങനെ നിരന്തരം ട്രഷറിയിലും ബാങ്കിലും തുടർച്ചയായി പണം കൊടുക്കേണ്ടി വരുന്ന പബ്ലിക് വർക്സിലെ PWD ഓഫീസർമാര് ഫോം TR-15 റെമിറ്റൻസ് ബുക്ക് വെച്ച് പോരേണ്ടതാണ്. റെമിറ്റൻസ് ബുക്ക് വെച്ച് പോരുന്ന പ്രധാനപ്പെട്ട വിഭാഗം PWD ഓഫീസർമാരാണ്. ഇതില് ഈ റെമിറ്റൻസ് ബുക്കിൽ പണം അടയ്ക്കുന്ന ഇതില് സാധനം അടച്ചതിന്റെ രേഖപ്പെടുത്തി പിന്നെ സിംഗിൾ ചെലാൻ സഹിതം ട്രഷറിയിൽ അടച്ചാൽ മതി, ഒപ്പിട്ട് നൽകും. സിംഗിൾ ചെലാനാണ്, 3 ഭാഗം വേണ്ട ചെലാന്, ഒറ്റ ചെലാൻ. ആ ചെലാൻ നൽകി ട്രഷറിയിൽ നേരിട്ട് അടയ്ക്കുക. അപ്പോൾ ട്രഷറിയിൽ എന്ത് തരും? റെമിറ്റൻസ് ബുക്കിൽ ചേർത്തി അവര് ഒപ്പിട്ട് തരും. അപ്പൊ റെമിറ്റൻസ് ബുക്ക് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? PWD ഓഫീസർമാർക്കാണ്. അതായത് തുടർച്ചയായിട്ട് ട്രഷറിയിലും ബാങ്കിലും തുടർച്ചയായിട്ട് പണം കൊടുക്കേണ്ടി വരുന്ന PWD ഓഫീസർമാർക്കാണ് ഈ തരത്തില് എന്ത് സൂക്ഷിക്കേണ്ടി വരുന്നത്? റെമിറ്റൻസ് ബുക്ക് സൂക്ഷിക്കേണ്ടി വരുന്നത്. അത് നിയമപരമാണ് റെമിറ്റൻസ് ബുക്ക്. പക്ഷെ എല്ലാവരും കൊണ്ടു ചെന്നാല് റെമിറ്റൻസ് ബുക്ക് വാങ്ങുന്നതല്ല. PWD ഓഫീസർമാർക്ക് മാത്രമാണ് പിന്നെ റെമിറ്റൻസ് ബുക്കിന്റെ ഒരു ഉപയോഗം അനുവദിച്ചിട്ട് ഉള്ളത്. അപ്പോ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിപ്പിക്കാം. ഈ 5ാമത്തെ എപ്പിസോഡ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.